ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു. ഇനി വരുന്ന 12 വർഷക്കാലം ആ ഇച്ഛാധാരി നാഗകന്യകയ്ക്ക് ചലിക്കാനാവില്ല, എവിടെയും പോകാനാകില്ല, അനങ്ങാൻ പോലും പറ്റില്ല. നാഗകന്യകയെ ഇനി ഭയക്കേണ്ട. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ശക്തികൾ തിരിച്ചെടുക്കുന്നതിന് ഇപ്പൊ തന്നെ ധ്യാനത്തിൽ മുഴുകണം. അതെ, ഇപ്പൊ തന്നെ തുടങ്ങണം. ജയ് മഹാകാള. എന്താ ഇത്? അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഈ സംഭവിക്കുന്നത്? രുദ്ര സ്വാമി, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ സ്ഥലം വിട്ട് പോവുകയാണ്. ഉടനെ പുറപ്പെടാൻ പോവുക. നല്ലതേ വരൂ. ആ ഇച്ഛാധാരി സർപ്പത്തെ എന്റെ വലയത്തിനുള്ളിലാക്കിയിരിക്കുകയാണ്. ഇനിയുള്ള 12 വർഷത്തേക്ക് അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ ആ ഇച്ഛാധാരി സർപ്പത്തെ മറന്നേക്കൂ. ആ നാഗകന്യക ഇപ്പോൾ ശവത്തിന് സമം. ഞാൻ എന്റെ ശക്തികൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി തപസ്സിലിരിക്കുകയാണ്. തപസ് പൂർത്തിയാക്കിയ ശേഷം ഞാൻ തന്നെ വന്ന് നിന്നെ കണ്ടോളാം. പ്രയോജനമില്ല അനന്യ. നീ ഇപ്പോൾ ദുഷ്ടശക്തികളുടെ വലയത്തിലാണ്. നിന്നെ ആരോ ഇപ്പോൾ ബന്ധിച്ചിരിക്കുകയാണ്. 12 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ബന്ധനമാണിത്. ജയ് മഹാകാള. പോകാമോ? അനന്യ, പ്രദോഷകാലത്ത് ദുഷ്ടശക്തികൾ നിന്നെ ബന്ധനസ്ഥയാക്കിയിരിക്കുകയാണ്. നീ എത്ര ശ്രമിച്ചാലും അതിന് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നും പറഞ്ഞ് നീ നിന്റെ ധൈര്യത്തെ കൈവിടരുത് അനന്യ. മഹാദേവനുണ്ട്, അദ്ദേഹത്തോട് നീ പ്രാർത്ഥിക്കൂ. നിനക്ക് സഹായം ചെയ്യാൻ ഈശ്വരൻ തന്നെ ഇറങ്ങി വന്നേക്കാം. 12 വർഷത്തേക്ക് പുറത്തേക്ക് വരാനാകാതെ നീ ബന്ധനത്തിൽപ്പെട്ടിരിക്കുകയാണ്. മഹാദേവനോട് നീ പ്രാർത്ഥിച്ചേ മതിയാകൂ. മഹാദേവനാണ് ഇനി മുതൽ നിന്റെ മാതാവും പിതാവും എല്ലാം. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇനിയും 12 വർഷക്കാലവും ഈ വലയത്തിനുള്ളിൽ കഴിയണമെന്നാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് എങ്ങനെ ജീവൻ തിരിച്ചു നൽകും? നാഗമാണിക്യം പിന്നെ എങ്ങനെ സ്വന്തമാക്കും? അങ്ങ് ദർശനം നൽകുന്നോ അതോ
എന്റെ ജീവൻ എടുക്കുന്നോ? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. എന്റെ മരണശേഷം അവരുടെ അടുത്ത് എത്താമല്ലോ. അങ്ങ് ദർശനം നൽകുന്നോ അതോ എന്റെ ജീവൻ എടുക്കുന്നോ? തീരുമാനം എടുക്കു ഭഗവാനെ. ഇനിയെങ്കിലും പ്രത്യക്ഷപ്പെടൂ, എന്നിട്ട് എന്നെ സംരക്ഷിക്കൂ. മകളെ, സർവവ്യാപിയായ നമുക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങയിൽ വിശ്വസിച്ചിരുന്ന എന്റെ അച്ഛനും അമ്മയും ജീവൻ ബലി കൊടുത്തില്ലേ? കാലത്തിനു മുമ്പിൽ, പിന്നെ സമയത്തിനു മുമ്പിൽ ആരും ഒന്നും ശാശ്വതമല്ല. ആയുസ് സ്വയം അവസാനിക്കുന്നത് പോലെയല്ല. ആഗ്രഹത്തിന് വേണ്ടി മറ്റുള്ളവർ ഞങ്ങളുടെ ആയുസ് എടുക്കുന്നത്. നിന്നെയും നിന്റെ അവസ്ഥയെയും ഏതൊന്ന് തീരുമാനിക്കുന്നത് പോലും കാലമാണ്. എല്ലാവരും വിധിയുടെ അടിമകളാണ്. അത് നീ അംഗീകരിക്കേണ്ടതാണ്. നാഗമാണിക്യം അന്വേഷിക്കുകയായിരുന്നു. അതിനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോ ഈ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ 12 വർഷത്തെ കാരാഗൃഹത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം. അത് സാധ്യമല്ല മകളെ. ഭഗവാനായ അങ്ങേക്ക് ദുഷ്ടശക്തികളുടെ തന്ത്രങ്ങളെയെല്ലാം ചാമ്പലാക്കാൻ കഴിയില്ലേ? സ്വന്തം അമ്മയിൽ നിന്നും ശ്രീകൃഷ്ണന് പോലും അകലേണ്ടി വന്നു. ശ്രീരാമന് പോലും അകലേണ്ട സാഹചര്യമുണ്ടായി. ഈശ്വരൻ പോലും വിധിപ്രകാരമാണ് ജീവിക്കുന്നത്. എന്നുവച്ചാൽ 12 വർഷവും ഞാൻ വലയത്തിലിരിക്കണമെന്നാണോ? എന്റെ അമ്മയും നാഗമാണിക്കോ എനിക്ക് തിരികെ ലഭിക്കില്ലേ? അപ്പൊ എല്ലാം അവസാനിച്ചോ? ഇല്ല മകളെ, ആ കാലം വന്നേ തീരൂ. ഈ തടവറയിൽ നിന്നും മോചനമുണ്ടാകും. എപ്പോഴാണ് ആ സമയം വരിക? വിഷമിക്കേണ്ട മകളെ. നീ ഇപ്പോൾ ഇരുളിലാണ്. എന്നാലും ഇരുൾ മാറി പ്രകാശം വന്നേ തീരൂ. ഇത് കാലത്തിന്റെ നിശ്ചയമാണ്. ദുഷ്ടന്മാരുടെ അവസാനം തീർച്ചയായും നിന്റെ കൈകൾ കൊണ്ടായിരിക്കും. വിധിയുടെ തീരുമാനം ഓരോരുത്തരും അംഗീകരിച്ചേ മതിയാവൂ. അതുവരയ്ക്കും നീ എന്നെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മഹാദേവ, നാളെ 10 വർഷം തികയുകയാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട്. ഈ 10 വർഷം എങ്ങനെ കടന്നുപോയിന്ന് എനിക്ക് മാത്രമേ അറിയൂ. പക്ഷേ ആ സംഭവങ്ങൾ മാത്രം മനസ്സിന്ന് പോകുന്നതേയില്ല. നാഗമാണിക്യത്തിനായി രുദ്രൻ നാഗരാജാവിനെ കൊന്നതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഓരോ വർഷവും ഹോമവും പൂജയും ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ പേരക്കുട്ടി അർജുനന്റെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട്. സർപ്പദോഷ നിവാരണത്തിന് നാളെ ഒരു പൂജയുണ്ട്. നാളത്തെ ഹോമപൂജയിൽ 10 സർപ്പദോഷവും നിവാരണ ഹോമവും പൂർത്തിയാകും. അതിനുശേഷം ഇനി 2 ശാന്തി ഹോമം മാത്രം.
അതും പൂർത്തിയാക്കാം. ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ നാഗരാജാവിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കും. ഞങ്ങളുടെ മനസ്സിലുള്ള ഭയം അതോടെ ഇല്ലാതാകും. ഭഗവാനെ, ഇനിയുള്ള 2 വർഷം ഹോമവും പൂജയും ഒരു തടസ്സവുമില്ലാതെ നടന്നാൽ ഈ കുടുംബത്തിലുള്ള ആരുടെയും ജീവന് ഇനി ഒരാപത്തും ഉണ്ടാവില്ല. നാളെ ഒരു തടസ്സവുമില്ലാതെ പൂജ ഭംഗിയായി അവസാനിക്കണം. ഹേമ, നാളെയാണ് ഹോമവും പൂജയും. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ? എനിക്ക് ഓർമ്മയുണ്ടമ്മേ. പൂജാരി പറഞ്ഞതുപോലെ പൂജയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. എവിടെ എന്റെ പേരുക്കുട്ടി മരുമോളും കരുണും ചിത്രയും? മുത്തശ്ശി എവിടെയാണോ കൊച്ചുമോനോ അവിടെ കാണും. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? ആദ്യം ആരതി ഒഴി, പിന്നീടാകാം ഭക്ഷണം. ദൈവത്തോട് കുറച്ച് ഭയവും ഭക്തിയും ഒക്കെ വേണം. ദൈവത്തിനോട് എനിക്ക് ഭയമല്ല മുത്തശ്ശി, ഭക്തിയാ. എന്റെ ഭാര്യ ചിത്രയെ കാണുമ്പോഴാ എനിക്ക് ഭയം. സോറി, അവളുടെ പേര് പറഞ്ഞാലേ ഭയം. അതെന്താടാ നീ അങ്ങനെ പറയുന്നേ? ചിത്ര എന്ന് പറഞ്ഞാ ഭയം, അത് മുത്തശ്ശിക്ക് മനസ്സിലായി. ചിത്രയെ കണ്ടാലുള്ള ഭയം എന്ന് വെച്ചാ അത് പിശാചിനെ കാണുന്ന പോലത്തെ ഒരു ഭയമാണ്. അതുകൊണ്ടാ 2 തവണ പറഞ്ഞേ. നിന്നോട് വാദിച്ച് ജയിക്കാൻ പറ്റില്ല. ചിത്രയെ നിനക്ക് അത്രയ്ക്ക് പേടിയാണോ? അത് ഇന്നലെ മുതൽ തുടങ്ങിയതാ ചെറിയമ്മേ. ഇന്നലെ ഞാൻ നേരത്തെ വന്ന് കിടന്നല്ലോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് യാദൃശ്ചികമായിട്ട് അവളുടെ മുഖം കണ്ടത്. ഞാൻ പേടിച്ചു പോയി. അതെന്തോ ഒരു ഫേസ് പാക്കാണ് പോലും. ഫേസ് പാക്ക് ഇട്ടിട്ട് ഉറങ്ങിയത്. മോഹിനി പിശാചിനെ പോലെ ആയിരുന്നു. ഞാൻ നിലവിളിച്ചല്ലോ. അല്ല, അത് നിങ്ങളാരും കേട്ടില്ലായിരുന്നോ? എപ്പം നോക്കിയാലും നിനക്ക് ഭാര്യയെ കളിയാക്കാനേ നേരുള്ളൂ. കളിയാക്കിക്കോ, പക്ഷെ എപ്പോഴും വേണ്ട. ശരി, ആരതി അണയാറായി. നിന്റെ ഭാര്യയെ വിളിക്ക്. ചിത്ര, ചിത്രാംഗതേ. വാമോളെ, ആരതി ഒഴിഞ്ഞോളൂ. സാരമില്ല മുത്തശ്ശി, ഞാൻ പിന്നെ ഒഴിഞ്ഞോളാം. ഇങ്ങനെ മടിയൊന്നും കാണിക്കരുത്. രാവിലെ എണീറ്റ് കുളിച്ച് കോല ഇടുന്നതിൽ നീ ശ്രദ്ധിക്കണം. നീ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. നാളെ മുതൽ മുത്തശ്ശി നോക്കിക്കോ. ഇന്നൊരു ദിവസത്തേക്ക് വിട്ടേക്ക്. എല്ലാ കാര്യങ്ങളും നാളത്തേക്കാക്കല്ലേ. ഇവര് തുടങ്ങിയല്ലോ രാമായണം പറിച്ചില്. പേരിന് മാത്രമേ ഉള്ളൂ ഞാൻ മൂത്ത മരുമോള്. അതിനനുസരിച്ചുള്ള സ്ഥാനമോ ബഹുമാനമോ ഒന്നും കിട്ടാറില്ല. ഇനി എന്ന് കിട്ടാനാ? അഥവാ കിട്ടിക്കഴിഞ്ഞോ ഞാൻ കാണിച്ചു തരാം. മുത്തശ്ശി വഴക്കുറഞ്ഞെന്റെ ദേഷ്യമാണോ? ടെൻഷൻ അടിക്കണ്ട. എന്റെ നായിക ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഭംഗി. കൂടുതൽ ചിരിക്കണ്ട. വിളിച്ചു വരുത്തി വഴക്ക് വാങ്ങിച്ചു തരികയല്ലേ. ചിത്ര, എന്തു പറഞ്ഞാൽ നീ പൊളിയാ. ശരി, പൊയ്ക്കോ. ആരതി എടുത്തോ. ഹേമ, അർജുൻ എവിടെ? വിളിക്കുന്നിന്റെ പുന്നാര മോനെ. അത് പിന്നെ അമ്മേ. എന്തു പിന്നേന്ന്? വിളിക്കവനെ. അല്ലമ്മേ, അത് എനിക്ക് മനസ്സിലായി. അവൻ കറങ്ങാൻ പോയല്ലേ? ഛേ, അവൻ എപ്പോഴും ഇങ്ങനെയാ. നാളത്തെ ഹോമവും പൂജയും അവനു വേണ്ടിയല്ലേ? അവന്റെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട്. നാളെ അവൻ വീട്ടിലുണ്ടാവണം. ശരിയമ്മേ, അർജുനോട് ഞാൻ പറയാം. അവനോട് എനിക്ക് കുറച്ച് വാത്സല്യം കൂടുതലാ, പ്രതീക്ഷയുമുണ്ട്.
അവൻ ഇങ്ങനെ കാണിക്കുമ്പോഴൊക്കെ അവന്റെ ചിറ്റപ്പൻ രുദ്രനെ പോലെ ദേഷ്യമുള്ളവനായി തീരുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ചെറുമോനാണല്ലോ എന്ന് കരുതി വാത്സല്യം കൊടുത്തതിന്റെ എല്ലാ കുഴപ്പമുണ്ട്. രാത്രിയും പകലൊന്നും ഇല്ലാതെ കറങ്ങി നടക്കുക. ദേ നോക്ക്, നാളത്തെ സർപ്പശാന്തി ഹോമത്തിൽ അർജുൻ ഉണ്ടായേ പറ്റൂ. പറഞ്ഞേക്കാം. രുദ്ര, നീ കാരണം ഞങ്ങളും ഇപ്പോ ഗിന്നസ് റെക്കോർഡിലെത്തി. എന്തായി പറയുന്നേ? അതിന് ഞാൻ എന്താ ചെയ്തേ? ഞാൻ കാരണം നിങ്ങൾ ഗിന്നസ് റെക്കോർഡ് നേടുക എന്ന് വെച്ചാ? ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നീ ഞങ്ങളെ ബിസിനസ് പാർട്ണർ ആക്കിയില്ലേ അളിയാ? ഈ ലോകത്തിൽ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലാതെ ബിസിനസ് മാനോ ബിസിനസ് പാർട്ണറോ ആരും ആയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞങ്ങളായത് ഒരു ഗിന്നസ് റെക്കോർഡ് അല്ലേ അളിയാ? പക്ഷെ എന്നാൽ ഒരു സങ്കടമുണ്ട്. ഇനി എന്ത് സങ്കടമാണ് നിനക്ക്? ഞങ്ങളെ തക്ഷകവനത്തിൽ കൊണ്ടുപോയത് നീയാ, തെറ്റ് ചെയ്തതും നീയാ. പക്ഷേ വനത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഞങ്ങളെ രക്ഷയും അണിയിച്ചു. ആ രക്ഷ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ, നിങ്ങളുടെ ഭയമില്ലാതാക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് തന്നെ. അന്ന് നിനക്ക് നല്ല ഭയം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഭയമൊന്നുമില്ലടാ. 10 വർഷം കഴിഞ്ഞു പോയി, ഒരു പാമ്പ് പോലും കണ്ണിൽപ്പെട്ടില്ല. ഞാൻ ഈ രക്ഷ ഊരിയാടാ. ഈ രക്ഷയെപ്പറ്റി ഭാര്യയോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ ആകെ മടുത്തിരിക്കുക രുദ്ര. രക്ഷ അഴിക്കുക എന്ന് വെച്ചാൽ കഷ്ടകാലം ആരംഭിച്ചു എന്നാണ് അർത്ഥം. ഇതൊരു സാധാരണ രക്ഷയല്ല. ഇത് സ്വാമിജി നമുക്ക് വേണ്ടി തന്ന രക്ഷയാണ്. 10 വർഷമായിട്ട് നിങ്ങൾക്ക് ഒരു ആപത്തും വരാതെ സുഖമായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാമിജി തന്ന ഈ രക്ഷയുടെ മഹത്വം കൊണ്ട് മാത്രമാണ്. മനസ്സിലാക്കിക്കോളൂ രുദ്ര. ചെയ്ത തെറ്റിനെ ഓർത്ത് നിനക്കൊരു ദിവസം പോലും കുറ്റബോധം തോന്നിയിട്ടില്ലടാ? ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. എന്നാൽ മറ്റൊരു കാര്യത്തിൽ എനിക്ക് കുറ്റബോധമുണ്ട്. സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടും നാഗമാണിക്യം ഇതുവരെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം. ഹേമ, ഹേമ, ഹേമ. ദേ എത്തി. എന്തിനാ ഇങ്ങനെ ഒച്ചയെടുക്കുന്നേ? വീട് കുലുങ്ങിയല്ലോ. എന്ത് പറ്റി? കബോർഡിന്റെ കീ നിനക്ക് കിട്ടിയോ? ഏട്ടന്റെ ഈ കബോർഡ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ലല്ലോ. അതുകൊണ്ടെന്താ കിട്ടിയോന്നല്ലേ ചോദിച്ചത്? എന്നാലും അത് എവിടെ പോയി? ഇപ്പൊ എന്താ പറ്റി? എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? ഓർമ്മയില്ലാതെ അവിടെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും. നമുക്ക് നോക്കാം. അറിവില്ലാതെ വെറുതെ സംസാരിക്കരുത്. അതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാ. അത് കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവുമല്ലോ. എന്റെ ഏട്ടാ, ഒരു ഫോൺ കോൾ ചെയ്താ അവര് വീട്ടിലേക്ക് വന്ന് പുതിയൊരു കീ ഉണ്ടാക്കി തരില്ലേ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ കീ വെച്ച് തുറക്കാൻ പറ്റുമെന്ന് നോക്കാം. ഹേമ, ഹേമ, നീ അതിൽ തൊടണ്ട. ഇതിൽ ഞാനല്ലാതെ മറ്റാരും തൊടാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? ഏട്ടൻ എന്താ പറ്റിയേ? ഈ വീട്ടിൽ വന്ന അന്ന് മുതലേ ഈ ബ്യൂറോ പൂട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുക. ഏട്ടന്റെ ഭാര്യ ഞാൻ, കള്ളിയല്ല. അത്രയ്ക്ക് അമൂല്യമായി എന്ത് നിധിയാ ഈ ബ്യൂറോയിലുള്ള? പറയേ. അത് പിന്നെ ഒന്നുമില്ല ഹേമ, അത് വിട്ടേക്ക്, ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ ബ്യൂറോയിൽ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് കീ അന്വേഷിക്കാനെങ്കിലും ഞാനൊന്നും തൊട്ടോട്ടെ. ഈ കഷ്ടപ്പാട് കാണാൻ പറ്റാഞ്ഞിട്ടാ. ഒരു കീ അല്ലേ, നോക്കിക്കോ. അല്ല, അർജുൻ എവിടെ? എവിടെ പോയെന്ന് അറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും വീട്ടിലില്ല. ദാ ഏട്ടന്റെ ചാവി. അമ്മേ, കിട്ടിയല്ലോ. ഏട്ടനോട് അർജുൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, രാവിലെ മുതലേ ഞാനും അവനെ കണ്ടിട്ടില്ല. ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോകും നിങ്ങളുടെ മോൻ. അവനെ ഇനി എന്ത് ചെയ്യണോന്ന് അറിയില്ല. അമ്മ എന്തിനാ ഫോൺ ചെയ്തെന്ന് എനിക്ക് അറിയാം അമ്മേ. മുത്തശ്ശി ചോദിച്ചു കാണും. അത് കേട്ടപ്പോ അമ്മ ഭയന്നു അല്ലേ? ഞാൻ ഉടനെ എത്തും അമ്മേ. അതുവരെ ഒന്ന് മാനേജ് ചെയ്യാം.
ശരിയമ്മേ, മുത്തശ്ശി അറിയാതെ രാത്രി വന്ന് ഉറങ്ങിയിട്ട് രാവിലെ മുത്തശ്ശി എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ അടുത്തുണ്ടാവും. എന്താ അതുപോലെ? ബൈ, ലവ് യു. നിന്റെ ഫ്രണ്ട്സൊക്കെ പോയോ? അവരെല്ലാം പറഞ്ഞേച്ചിട്ടാ വന്നത്. എന്താ അമ്മേ? നാളെ ഇവിടെ സർപ്പശാന്തി ഹോമം നടക്കുക. നീ അവരുടെ കൂടെ പോകുമോന്ന് ഞാൻ പേടിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഫ്രണ്ട്സിന്റെ കൂടെയല്ലേ നീ ആ തക്ഷക വനത്തിലേക്ക് പോയത്? അവിടെ